നമസ്കാരം. സംസ്ഥാനത്തെ വെൽഫെയർ സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ തുടർന്നും അനുവദിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂല സാഹചര്യമാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൻകിട വ്യവസായങ്ങൾക്കൊപ്പം ചെറുകിട വ്യവസായങ്ങളും വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും മുഖ്യമന്ത്രി. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള വിദഗ്ധ കാഴ്ചപ്പാടുകൾ കൃഷിജാഗരണുമായി പങ്കുവച്ച് ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് അഗർവാൾ. കൃഷിഭവനുകളിൽ 180 ദിവസത്തെ ഇന്റേൺഷിപ്പിന് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. ജൂലൈ 20 വരെ അപേക്ഷ അയക്കാം. കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾ, അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, കന്യാസ്ത്രീ മഠങ്ങൾ തുടങ്ങി അംഗീകാരമുള്ള വെൽഫെയർ സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ തുടർന്നും അനുവദിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. PS സുബാൽ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വെൽഫെയർ സ്കീം പ്രകാരമുള്ള ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും അനുവദിക്കുന്നതുവരെ ടൈഡ് ഓവർ വിഹിതമായി കേരളത്തിന് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളിൽ നിന്നും ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകും. ടൈഡ് ഓവർ വിഹിതമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു വന്നിരുന്ന ഗോതമ്പ് നിർത്തലാക്കിയ സാഹചര്യത്തിൽ പകരമായി അരി വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് സംസ്ഥാനത്ത് ഏറ്റവും അനുകൂല സാഹചര്യമാണുള്ളതെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ചുള്ള വ്യവസായ നിക്ഷേപം ആകർഷിക്കലാണ് കേരളം സ്വീകരിക്കുന്ന നയമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി നിയമസഭ സാമാജികർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൻകിട വ്യവസായങ്ങളിൽ ചിലത് കേരളത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ളതായും ബഹുരാഷ്ട്ര കമ്പനികൾ സംസ്ഥാനത്ത് സംരംഭങ്ങൾക്കായി സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. വൻകിട വ്യവസായങ്ങൾക്കൊപ്പം ചെറുകിട വ്യവസായങ്ങളും വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് കേരളത്തിൽ വലിയ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് 1 വർഷം 1 ലക്ഷം സംരംഭങ്ങൾ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുള്ള ക്യാമ്പയിൻ നടപ്പിലാക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അജയ് ദേവ്ഗൺ ബ്രാൻഡ് അംബാസഡറായ ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് അഗർവാൾ കൃഷിജാഗ്രന്റെ ഡൽഹിയിലെ ഓഫീസ് സന്ദർശിച്ചു. കൃഷിജാഗ്രൻ ചോപ്പലിൽ നടന്ന ചടങ്ങിൽ കാർഷിക മേഖലയെക്കുറിച്ചുള്ള തന്റെ വിദഗ്ധമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവച്ചു. കൃഷിജാഗ്രൻ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ MC ഡൊമിനിക്കും ഡയറക്ടർ ഷൈനി ഡൊമിനിക്കും പരിപാടിയിൽ സാന്നിധ്യം അറിയിച്ചു. എറണാകുളം ഏഴിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പാടശേഖരത്തിൽ പൊക്കാളി വിത്തെറിഞ്ഞ് സ്കൂളിലെ കുട്ടി കർഷകർ. എറണാകുളം MP ഹൈബി ഈഡൻ വിത്ത് വിതയ്ക്കൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പൊക്കാളി നെല്ല് ശേഖരണത്തിന്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിച്ചു പോന്നിരുന്ന ഏഴിക്കരയിൽ പൊക്കാളിക്ക് പുനർജന്മമേകുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി പ്രാവർത്തികമാക്കുന്നതിനായി ഏവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. എറണാകുളം പിണ്ടിമന കൃഷിഭവന്റെ നേതൃത്വത്തിൽ മുത്തംകുഴിയിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. ഫലവൃക്ഷ തൈകളും മറ്റു കാർഷിക വിളകളും വിത്തിനങ്ങളും വിതരണം ചെയ്യുന്നതിനും അതിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും വേണ്ടിയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്. പന്നിയൂർ 1 കരിമുണ്ട ഇനത്തിൽപ്പെട്ട വേര് പിടിപ്പിച്ച കുരുമുളക് വള്ളികളും പച്ചക്കറി വിത്തുകളും സൗജന്യമായി വിതരണം ചെയ്തു. കൃഷിഭവന് സമീപം നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ കൃഷിഭവനുകളിലേക്ക് 180 ദിവസത്തെ ഇന്റേൺഷിപ്പിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പ് അറ്റ് കൃഷിഭവൻ പദ്ധതി പ്രകാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, ഓർഗാനിക് ഫാമിംഗ് ഇൻ അഗ്രികൾച്ചർ എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. www.keralaagriculture.government.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 20. കൂടുതൽ വിവരങ്ങൾക്ക് 048424222224 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ആഫ്രിക്കൻ പന്നിപ്പനി ആശങ്ക വേണ്ടെന്നും പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. പന്നികളെ ബാധിക്കുന്ന മാരകവും അതിസാംക്രമികവുമായ വൈറസ് രോഗമാണ് ആഫ്രിക്കൻ പന്നിപ്പനി അഥവാ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ. എന്നാൽ മനുഷ്യരിലോ പന്നികൾ ഒഴികെയുള്ള മറ്റ് ജന്തുവർഗ്ഗങ്ങളിലോ ഈ രോഗം ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഫലപ്രദമായ വാക്സിനോ ചികിത്സയോ ഇല്ലാത്ത രോഗമായതിനാൽ മുൻകരുതൽ നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രോഗബാധ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബീഹാറിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. നടപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് 2 ജോഡി യൂണിഫോമുകളാണ് വിതരണം ചെയ്തത്.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി.പി. ലത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി.വി. ശാന്ത ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും വയനാട് ജില്ലയിൽ 102.3 ഹെക്ടർ ഭൂമിയിൽ കൃഷിനാശമുണ്ടായതായി റിപ്പോർട്ട്. കൃഷിവകുപ്പിന്റെ ചൊവ്വാഴ്ച വരെയുള്ള പ്രാഥമിക കണക്ക് പ്രകാരം 14.06 കോടിയുടെ നാശനഷ്ടമാണ് കാലവർഷക്കെടുതിയിലുണ്ടായത്. 1374 കർഷകർക്ക് മഴയിൽ നാശനഷ്ടങ്ങൾ നേരിട്ടതായി കണക്കുകൾ പറയുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിട്ടത് വാഴ കർഷകരാണ്. 98.06 ഹെക്ടറിലെ 2,46,587 വാഴകളാണ് കനത്ത മഴയിലും കാറ്റിലും നിലംപൊത്തിയത്. ഇതുകൂടാതെ ജില്ലയിലെ തെങ്ങ്, റബ്ബർ, അടയ്ക്ക, കാപ്പി, കുരുമുളക്, ഇഞ്ചി, നെല്ല് എന്നീ കാർഷിക വിളകൾക്കും മഴയിൽ നാശം സംഭവിച്ചു. 2024-25 സാമ്പത്തിക വർഷം ജലജീവൻ പദ്ധതി പൂർണ്ണമായും പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെറുകിട ജലപദ്ധതികൾക്ക് ആവശ്യമായ ജലസ്രോതസ്സുകൾ ഇല്ലാത്ത അവസ്ഥ കൈവരികയാണ്. അതിനാൽ സംസ്ഥാന തലത്തിലുള്ള ജലവിതരണ പദ്ധതി ആവശ്യമാണ്. ചെറുകിട പദ്ധതികളും ഇതിനോട് കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. അതേസമയം ജല അതോറിറ്റിക്ക് 2064 കോടി കുടിശ്ശിക അടിയന്തരമായി പിരിച്ചെടുക്കേണ്ടതുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ബിൽ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് ഈ മാസം 15 മുതൽ ഓഗസ്റ്റ് 15 വരെ എല്ലാ ജില്ലകളിലും അദാലത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 14 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വരുന്ന 4 ദിവസം വ്യാപകവും ഒറ്റപ്പെട്ടതുമായ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 15-ാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.